സാധാരണ ബേബികൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്. എൻ്റെ ബേബി ഇങ്ങനെയാണ് കിടക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് എൻ്റെ ലൈഫിലോട്ട് വന്നത്. പൊക്കിൾക്കൊടി വെളിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പ്രസവിക്കുന്നതിനേക്കാളും വേദനയാണ് പി വി. അങ്ങനെ ഇങ്ങനെ പല അസംഷൻസും ഞാൻ കേട്ടിട്ടുണ്ട് പി വിനെ പറ്റിയിട്ട്. പ്രസവിക്കാൻ വയ്യ, അയ്യോ അമ്മേ എന്നൊക്കെ കിടന്ന് ഓരോ പഠിച്ചോനെ അയ്യോ കിടന്ന് ഓരോരുത്തരും ഓരോ ടൈപ്പിൽ കഴിഞ്ഞ് ഉമ്മ ഇത് കണ്ടപ്പോൾ ഉമ്മ ഇരുന്ന് കരയാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ അനിയത്തിമാരിരുന്ന് കരയാൻ തുടങ്ങി. അവിടെ കൂട്ടക്കരച്ചിലായിരുന്നു. ഹലോ ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഫ്സാന, ഒരു ഹെൽത്ത് പ്രൊഫഷണൽ ആണ്. പിന്നെ എൻ്റെ ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഹൈ റിസ്ക് ബർത്ത് സ്റ്റോറിയാണ്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ അതിനു മുന്നേ ഞാൻ എന്തുകൊണ്ടാണ് ഹൈ റിസ്ക് എന്ന് പറയാം. എനിക്കൊരു പോളിഹൈഡ്രാമിനോസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അത് ഒരുപാട് പേർക്ക് അറിയാം. അതായത് നമ്മളുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് കൂടുതലാവുന്ന ഒരു കണ്ടീഷനാണ്. സോ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എയ്തർ വാട്ടർ ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട്. വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സെഫാലിക് പൊസിഷൻ അല്ലായിരുന്നു എൻ്റെ. കുറച്ച് തല ഇപ്പുറത്തോട്ട് ഇങ്ങനെ ആയ ഒരു പൊസിഷൻ ആയിരുന്നു. സോ പൊക്കിൾക്കൊടി വെളിയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെ കോംപ്ലിക്കേഷൻ വരാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. എനിക്ക് ഹെവി എക്സസൈസ് കുനിയാൻ പോലും പാടില്ല, അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. സോ ഈ പോളിഹൈഡ്രാമിനോസ് എന്ന് ഡിറ്റക്ട് ചെയ്തത് എൻ്റെത് 9ാം മാസത്തിലാണ്. ഞാൻ പറഞ്ഞല്ലോ യു കെന്ന് വന്നതിന് ശേഷം ഒന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല. 8ാം മാസം ഒക്കെ കൂളായിരുന്നു. 9 മന്ത് ആയപ്പോഴത്തേക്ക് ഉള്ള സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് 21.5 സെന്റിമീറ്റർ എന്നായിരുന്നു ഫസ്റ്റ് കാണിച്ചത്. അപ്പോൾ ഡോക്ടർ ഗ്ലൂക്കോസ് പിന്നെയും എൻ്റെ ചെക്ക് ചെയ്തു. ഗ്ലൂക്കോസ് പിന്നെയും ചെക്ക് ചെയ്തപ്പോഴും എനിക്ക് നോർമലായിരുന്നു. അപ്പോൾ അവരാകെപ്പാടെ ഡൗട്ടായി എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ വരുന്നു. അപ്പം എന്നെ ഹൈ റിസ്ക് പ്രഗ്നൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് എന്നെ ഓപ്റ്റ് ചെയ്തു. ഞാൻ കിംസ് ഹെൽത്തിലായിരുന്നു, ട്രിവാൻഡ്രം കിംസിലായിരുന്നു ഞാൻ കാണിച്ചത്. എൻ്റെ ഗൈനക്ക് എന്ന് പറയുന്നത് ലൂമിയ മാലിക് ഡോക്ടർ ആയിരുന്നു, നല്ല ഡോക്ടർ ആയിരുന്നു. സോ എന്നെ ഹൈ റിസ്കിലോട്ട് അവർ ഇട്ടു. എനിക്ക് അപ്പോയിൻമെന്റ് ഒരു 5 days എന്തോ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പം അതിന് മീൻ ടൈം എൻ്റെ അടുത്ത് 3 ദിവസത്തെ ഷുഗർ കറക്റ്റ് ചെക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അതായത് ഓരോ ദിവസം ഫാസ്റ്റിങ്ങിൻ്റെയും പിന്നെ ആഫ്റ്റർ മീലും ഓരോ നേരം എടുക്കാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഒരു വല്ലാത്തൊരു പാടാണ്. എൻ്റെ 5 വിരലും കുത്തിയാണ് ബ്ലഡ് എടുത്തത്. ഭയങ്കര പാടായിരുന്നു എനിക്കത്. 3 days ഞാൻ ചെയ്തു കറക്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ നിർത്തി. എനിക്ക് പറ്റത്തില്ല, കാരണം ഇങ്ങനെ കുത്തി ബ്ലഡ് മൊത്തം എടുക്കുമല്ലേ. സോ 3 days നോക്കിയപ്പം എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരു ടൈമിൽ, ഏതെങ്കിലും ഒരു ടൈമിൽ വെച്ചാൽ മിക്കവാറും ഡിന്നർ ടൈമിലായിരിക്കും എൻ്റെ ഷുഗർ ഫ്ലക്ച്വേറ്റ് ആവുന്നുണ്ടായിരുന്നു, ചെറുതായിട്ട് കൂടുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ ആയപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് എൻ്റെ ലൈഫിലോട്ട് വന്നത്. അതായത് എൻ്റെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ 37th വീക്കിൽ ഇൻഡ്യൂസ് ചെയ്യാമെന്നായിരുന്നു. സോ അപ്പം എനിക്കൊരു 35 വീക്കിലായിരുന്നു ഹൈ റിസ്കിൻ്റെ അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നത്. സോ 35th വീക്ക് അപ്പം ഞാൻ വിചാരിക്കും ഇനി 2 weeks ഉണ്ടല്ലോ. അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്ന അനുസരിച്ചല്ലല്ലോ വരുന്നത്. അതായത് കറക്റ്റ് January 29th, എൻ്റെ ഡ്യൂ ഡേറ്റ് February 21 ആയിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ 37th വീക്കിലാണ് ഇൻഡ്യൂസ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത്. ഒരു 35 വീക്ക് ആയില്ല, ആവുന്ന ആ ഒരു ടൈം ആയപ്പോഴത്തേക്കാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായത്. January 29th ആയപ്പോഴത്തേക്ക് എനിക്ക് ഫ്ലൂയിഡ് പോകാൻ തുടങ്ങി. വൈറ്റ് ഡിസ്ചാർജ് അല്ലെന്ന് എനിക്ക് മനസ്സിലായി. അല്ലാതെ ഇങ്ങനെ ഫ്ലൂയിഡ് പൊക്കോണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, നമ്മൾ ഫ്ലൂയിഡ് അങ്ങനെ വെറുതെ പോകാൻ പാടില്ല, പ്രത്യേകിച്ച് ലാസ്റ്റൊക്കെ ആകുമ്പോൾ. അതെനിക്ക് പോളിഹൈഡ്രാമിനോസ് ആണ്. അപ്പം ഇങ്ങനെ ഫ്ലൂയിഡ് പോകാൻ തുടങ്ങിയപ്പം എനിക്ക് ചെറിയൊരു പേടി വന്നു. ഞാൻ ആദ്യം പറയണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ കാരണം എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ മൈൻഡിൽ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു 37th വീക്ക് ഇൻഡ്യൂസ് ചെയ്യാം. ആ ഒരു ടൈമിൽ എൻ്റെ ഹസ്ബൻഡ് വരത്തുള്ളൂ. ആ ഒരു ടൈമിൽ ഞാൻ വളകാപ്പൊക്കെ നടത്താമെന്നൊക്കെ പറഞ്ഞ് ഫുൾ പ്ലാനിങ്ങിൽ നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ട്വിസ്റ്റ് വന്നത്. അതെന്നെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കി. ആക്ച്വലി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പോലും ഞാൻ കുറച്ചെന്തോ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആകെ ഡിപ്രസ്ഡ് ആയി. ഞാൻ ഇത് വീട്ടിൽ പറഞ്ഞു. അപ്പം തന്നെ വീട്ടിൽ പറഞ്ഞു ഇല്ല നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല, ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറിനെ വിളിച്ചപ്പോൾ ഡോക്ടർ വന്ന് അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതോടെ കേട്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ പോയി. ഞാൻ ഹസ്ബൻഡിനെ വിളിച്ച് കരയാൻ തുടങ്ങി. കാരണം എനിക്ക് പുള്ളി അടുത്ത് ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. അപ്പം ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പുള്ളി യു കെയിലാണ്. 37th വീക്കിന് ഇൻഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് അടുപ്പിച്ചേ വരത്തുള്ളൂ. ഞാൻ ആകെ ഡിപ്രസ്ഡായി. ഞാനിരുന്ന് കരയാൻ തുടങ്ങി. ആളെ വിളിച്ചിട്ട് ഞാനിരുന്ന് കരയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഉമ്മ ഇത് കണ്ടപ്പോൾ ഉമ്മ ഇരുന്ന് കരയാൻ തുടങ്ങി. അതുകൊണ്ട് പിന്നെ അനിയത്തിമാരിരുന്ന് കരയാൻ തുടങ്ങി. അവിടെ കൂട്ടക്കരച്ചിലായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവസാനം മനസ്സില്ലാ മനസ്സോടെ ഫുള്ള് പ്രാർത്ഥന, പഠിച്ചോണ്ട് ഇതൊന്നും ആവല്ലേ, 37th വീക്കിലെല്ലാം പ്രസവിക്കാവോളെ എന്നുള്ള ഫുൾ പ്രാർത്ഥനയിലാണ് പോയത്.
അവിടെ ചെന്നിട്ട് ഞാൻ 2 days അഡ്മിറ്റ് ആയി ലേബർ വാർഡിൽ. അപ്പൊ ലേബർ വാർഡ് എന്താണെന്ന് എനിക്ക് ആ 2 days അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റി. സോ ആദ്യം തന്നെ എന്റെ CTG ചെക്ക് ചെയ്തു, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോർമൽ തന്നെ ആയിരുന്നു. എനിക്ക് കോൺട്രാക്ഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തു. അപ്പം ഇവർ ഇത് ചെയ്യുന്ന സമയത്തായിരിക്കും എന്റെ ബേബിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ഇവർ ബെൽറ്റ് ഇടുന്ന ടൈം തൊട്ട് എന്റെ കുഞ്ഞ് ചവിട്ടാനൊക്കെ തുടങ്ങും. അപ്പൊ ഫീറ്റൽ ആക്ടിവിറ്റി അവർ നോക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ചെറുതായിട്ടൊരു കോൺട്രാക്ഷൻ പോലെ ഫീൽ ചെയ്തു. ചെറുതായിട്ടൊരു ഗ്രാഫ് വന്നിട്ടുണ്ടായിരുന്നു, ചെറിയൊരു കോൺട്രാക്ഷൻ വന്നു. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി, അയ്യോ അപ്പൊ ഞാൻ ഇപ്പൊ പ്രസവിക്കാൻ പോവാണോ എന്നൊക്കെ ഒരു ഇതിലോട്ടായി. എന്നാലും ഞാൻ ഫുൾ പ്രാർത്ഥനയായിരുന്നു. പിന്നെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഭയങ്കരമായുള്ള ലീക്കേജ് ഒന്നും ഇല്ല, സ്ലൈറ്റ് ലീക്കേജ് ഉള്ളായിരുന്നുള്ളൂ. അത് പ്രശ്നമില്ല. എന്നാലും 1 day ഫുള്ള് അവർ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കുറച്ച് ആശ്വാസം വന്നു. പിന്നെ എനിക്ക് കോൺട്രാക്ഷൻസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. 1 day ഞാൻ ഫുള്ള് ചില്ലായിരുന്നു. ചില്ലെന്നൊന്നും പറയാൻ പറ്റില്ല, ഞാൻ ലേബർ റൂമിലാണല്ലോ. അപ്പുറത്ത് ഇപ്പുറത്ത് ഫുള്ള് ഓരോരുത്തർ വന്ന് ഇങ്ങനെ പ്രസവിച്ചിട്ട് പൊക്കോണ്ടിരിക്കുക, ഞാൻ അവിടെ കിടക്കുവാണല്ലോ. എനിക്ക് ഇങ്ങനെ വിളിയൊക്കെ കേൾക്കാം. ഓരോരുത്തരൊക്കെ വന്നിട്ട് പഠിച്ചോനെ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് വയ്യേ എന്നെ കൊല്ലണേ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വിളിയായിരുന്നു. ആ വിളിയൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഞാനിങ്ങനെ അറിയാലോ, ലേബർ റൂം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഒരു സംഭവം വെച്ചിട്ടുള്ള ഒരു വേർതിരിവ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ, ഒരു റൂമും ഇതും തമ്മിൽ. അപ്പം നന്നായിട്ട് നമുക്കിത് അറിയാൻ പറ്റും, ഇവരെ ഈ പ്രസവ വേദന, വിളി, എന്റെ പൊന്നെ, അതെല്ലാം കൂടെ കേട്ടപ്പോ തന്നെ എന്റെ റീലൊക്കെ പോയി. അയ്യോ അപ്പൊ ഇതാണല്ലേ പ്രസവം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ എനിക്ക് ആ 2 days കൊണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവര് ഫുള്ള് ഇടുന്ന് അയ്യോ എനിക്ക് വയ്യേ, എനിക്ക് പ്രസവിക്കാൻ വയ്യ, അയ്യോ അമ്മേ എന്നൊക്കെ കിടന്ന് ഓരോ പഠിച്ചോനെ അയ്യോ കിടന്ന് ഓരോരുത്തർ ഓരോ ടൈപ്പിലുള്ള വിളിയും കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഓരോ സ്ട്രേഞ്ച് കേസസ് കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഹൈ റിസ്കിന്റെ അപ്പോയിന്റ്മെന്റ് എനിക്ക് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നായിരുന്നു. സോ 1 day ഫുൾ എന്നെ അവിടെ കിടത്തിയപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ എന്നെ ഹൈ റിസ്കിലോട്ട് അവർ കൊണ്ടുപോയി അവിടുത്തെ സ്കാൻ ചെയ്തായിരുന്നു. ഹൈ റിസ്ക് സ്കാനിൽ പിന്നെ ഞെട്ടിപ്പിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായി. അതായത് സാധാരണ ബേബികൾ ഇങ്ങനെയല്ലേ കിടക്കുന്നത്, എൻ്റെ ബേബി ഇങ്ങനെയാണ് കിടന്നിരുന്നത്, തല ഇങ്ങനെ വെച്ചിട്ട്. അത് അവർക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നി. അപ്പൊ എൻ്റെ അടുത്ത് 3-4 പ്രാവശ്യം എടുത്ത് ചോദിച്ചു, അവിടെ അനോമലി സ്കാനിൽ എല്ലാം നോക്കിയായിരുന്നു, ക്രോമസോം നോക്കിയായിരുന്നു, അങ്ങനെ നോക്കിയായിരുന്നു, ഇങ്ങനെ നോക്കിയായിരുന്നു. എനിക്കങ്ങ് പേടിയായി തുടങ്ങി. ലൈക്ക് നമ്മളെ പേടിപ്പിക്കുന്നത് ആയിരിക്കത്തില്ല അവര്, പക്ഷേ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പം അഫ്കോഴ്സ് നമ്മൾ പേടിയാവും. അപ്പം തല ഇങ്ങനെ വെച്ചേക്കുന്ന എന്തെന്ന് ഞാനും ആകെ പേടിച്ചു. എന്താ ഇപ്പം ഇങ്ങനെ തല വെച്ചിരിക്കുന്ന, ഇതെൻ്റെ പാരൻസിനെന്ന് പറഞ്ഞപ്പം പാരൻസും പേടിച്ചു പോയി. മൊത്തത്തിൽ എല്ലാവർക്കും. പിന്നെ എന്നാലും നമുക്കൊരു ധൈര്യം വേണമല്ലോ, കാരണം നമ്മളെ വയറ്റിൽ ബേബി കിടക്കുകയാണല്ലോ. എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യും, ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ. ഡോക്ടറും പറഞ്ഞു അങ്ങനെ പേടിക്കാൻ ഒന്നും ഇല്ല, ഓക്കെ ആണ്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളു, അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കുഞ്ഞ് വെളിയിൽ വന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ മൊത്തത്തിലൊരു ധൈര്യമായിരുന്നു ദൈവത്തിനെ വിളിച്ചിട്ടുള്ള. ഓക്കെ എന്തായാലും ഫേസ് ചെയ്യാം, എന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം, സോ എന്തായാലും വരുന്നത് വരട്ടെ എന്നുള്ളൊരു ഇതായിരുന്നു. റിസ്കിന് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഡിസ്ചാർജ് ആയിക്കോ, ബട്ട് 2 days കഴിഞ്ഞിട്ട് വരണം, PV ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ PV എന്ന് കേട്ടിട്ടുള്ളത് പറയുന്നത് ഭയങ്കര ഒരു മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ PV ചെയ്യുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഭയങ്കരമായിട്ട് വേദനിക്കും, ഭയങ്കര പെയിൻഫുൾ ആണ്, പ്രസവിക്കുന്നതിനേക്കാളും വേദനയാണ് PV, അങ്ങനെ ഇങ്ങനെ പല അസംഷൻസും ഞാൻ കേട്ടിട്ടുണ്ട് PVനെ പറ്റിയിട്ട്. അപ്പൊ PV എന്ന് കേട്ടപ്പോൾ എനിക്ക് ചെറിയ പേടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭാഗ്യത്തിന് എന്നെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ആയപ്പോൾ എനിക്ക് ഫുള്ള് സമാധാനം, ഭയങ്കര ഹാപ്പിനെസ് ആണ് ഫീൽ ചെയ്തത്. കാരണം എനിക്ക് ഇനി പതുക്കെ വന്നാൽ മതിയല്ലോ. വീട്ടിൽ പോയി പിന്നെ ഒരുപാട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഫെബ്രുവരി 1 തീയതി ആയപ്പോഴത്തേക്ക് ഞാൻ വളകാപ്പ് നടത്തി. വളകാപ്പ് എന്നൊന്നും പറയാൻ പറ്റൂല, ലൈക്ക് ഒരു കുഞ്ഞ് ബേബി ഷവർ സെറമണി. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രം വെച്ചിട്ട് കുഞ്ഞായിട്ടുള്ള കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്നെ ഒന്ന് ഹാപ്പിയായി. കാരണം അത്രയും സ്ട്രെസ്ഡ് ആയിട്ടുള്ള ദിവസങ്ങൾ കൂടെയാണ് ഞാൻ കടന്നു പോയത്. അപ്പം എനിക്കൊന്ന് സ്ട്രെസ് റിലീഫ് ചെയ്യണം, എനിക്കൊന്ന് സന്തോഷിക്കണം, എൻ്റെ ബേബിക്ക് നല്ലതാണ്. അത് കഴിഞ്ഞ് February 3 ഞാൻ PV ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരുന്നത്. സോ പോയി. അപ്പം ഞാൻ PV ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഡോക്ടർ ഇങ്ങനെ കിടക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ കിടന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ മൊത്തം ഞാൻ മെഹന്തി ഇട്ടിരിക്കുകയാണ്, മോം ടു ബി എന്നൊക്കെ പറഞ്ഞിട്ട്. ഡോക്ടർ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് മെഹന്തിയൊക്കെ ഇട്ടല്ലോ, നല്ല രസമുണ്ടല്ലോ എന്നതിൻ്റെ ഇടയിൽ കൂടെ കൈ ഇങ്ങനെ കയറ്റുന്നുണ്ട്. പക്ഷെ എൻ്റെ ശ്രദ്ധ പെട്ടെന്ന് മൈലാഞ്ചിയിലോട്ടായിട്ട് ഞാൻ പറയാം, ഞാൻ മോം ടു ബി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കാര്യം പറഞ്ഞ് അങ്ങോട്ട് തിരുന്നതിന് മുന്നേ PV ചെയ്ത് കൈ എടുത്തു. ഞാൻ അറിഞ്ഞില്ല, ഞാൻ PV ചെയ്തത് അറിഞ്ഞതേ ഇല്ല. ഞാൻ ആലോചിച്ചെന്റെ പഠിച്ചത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ആൾക്കാർ വെറുതെ ഇങ്ങനെ പറഞ്ഞു പേടിപ്പിച്ചത്. എനിക്ക് വേദന എടുത്തില്ലായിരുന്നു കേട്ടോ.
ടു ബി ഓണസ്റ്റ് ഞാൻ അറിഞ്ഞില്ല, PV ചെയ്തത് ഞാൻ അറിഞ്ഞതേ ഇല്ല. അപ്പം ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെയ്ത് കഴിഞ്ഞോ, ആ കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു എനിക്ക് ഹസ്ബൻഡ് നാളെ വരും, നാളെ അഡ്മിറ്റ് ആയാൽ മതിയോ, അതിൽ റിക്വസ്റ്റ് ചെയ്തു. ഡോക്ടർ പറഞ്ഞു ഞാൻ അത്ര ക്രൂരൊന്നുമല്ല, നീ പതുക്കെ വന്നാൽ മതി, നീ ഹസ്ബൻഡൊക്കെ വന്നിട്ട് വന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എൻ്റെ ഫുൾ ആശ്വാസമായി, ഞാൻ ഹാപ്പി ആയി, ഞാൻ റിലീവ്ഡ് ആയി, എൻ്റെ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവുമല്ലോ. അങ്ങനെ February 4th ആയപ്പോൾ ഞാൻ വന്ന് അഡ്മിറ്റായി, കിംസിൽ വന്ന് അഡ്മിറ്റായി. അന്ന് രാത്രി ഒരു മണി ആയപ്പോഴത്തേക്ക് ഫോളേറ്റ് ഇൻഡ്യൂസ് ചെയ്തു എന്നിൽ. ബാക്കി സ്റ്റോറി ഞാൻ പാർട്ട് 2 വരുന്നതാണ്. ഞാൻ ബർത്ത് സീറ്റ് യൂസ് ചെയ്ത എൻ്റെ എക്സ്പീരിയൻസ്, എപ്പിഡ്യൂറൽ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങളെ പേടിപ്പിക്കാനൊന്നുമല്ല കേട്ടോ, ഞാൻ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയത്തില്ല. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അത് ഉറപ്പായിട്ട് അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.